അല്ലെങ്കിൽ നീ വേദന എടുത്ത് കിടക്കുകയാണെന്ന് ഓർത്ത് എനിക്കിനി ഉറക്കം വരില്ല. അവൻ പറഞ്ഞതും അവൾ കട്ടിലേക്ക് കിടന്നു. ഇച്ചായ, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും എന്താണെന്ന അർത്ഥത്തിൽ അവൻ അവളെ ഒന്ന് നോക്കി. അവൻ എപ്പോഴും അവൾക്കരികിലായി ഇരിക്കുകയായിരുന്നു. ഞാനൊരാഗ്രഹം പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കുമോ ഇച്ചായൻ? അവൾ ചോദിച്ചു. ആദ്യം നിന്റെ ആഗ്രഹം കേൾക്കട്ടെ, എന്നിട്ട് പറയാം. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ അടുത്ത് കിടക്കുമോ? അവൾ അത് ചോദിച്ചതും അവൻ അത്ഭുതപൂർവ്വം അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി. ആ നിമിഷം അവൾ ഒരു കാമുകൻ്റെ പ്രണയമായിരുന്നില്ല ആഗ്രഹിച്ചത്, ഒരു വാത്സല്യമായിരുന്നു. ആക്സിഡൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്ന നിമിഷം തൊട്ട് അവൾ ആഗ്രഹിച്ചതാണ് അമ്മച്ചി വന്ന് അരികിലൊന്ന് കിടന്നിരുന്നെങ്കിലെന്ന്. ഒരു കുഴപ്പമില്ല മോളെ എന്ന് പറഞ്ഞിരുന്നെങ്കിലെന്ന്. ഇതിപ്പോൾ ബസ് താൻ മറിച്ചിട്ട പോലെയാണ് അമ്മച്ചിയുടെ വർത്തമാനം. പൈസ ഇല്ലാതിരിക്കുന്ന നേരത്ത് ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യും? അടുത്ത വണ്ടിക്ക് കയറാമായിരുന്നില്ലേ എന്നൊക്കെയാണ് അമ്മച്ചി ചോദിച്ചത്. ശരീരത്തിൽ ഇത്രത്തോളം വേദനയുള്ളപ്പോൾ അമ്മച്ചി ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലെന്ന് അവൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. കുറച്ചു മുൻപ് ഇവിടെ തനിക്ക് വെള്ളം വെച്ച് പോയപ്പോഴും തൻ്റെ അടുത്തൊന്ന് കിടക്കുമോ എന്ന് അമ്മച്ചിയോട് ചോദിച്ചതായിരുന്നു. അപ്പോൾ കിട്ടിയ മറുപടി, ഞാൻ നിൻ്റെ അടുത്ത് കിടന്ന അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? കൂടുതൽ നിന്ന് കൊഞ്ചാതെ കയറിക്കിടന്ന് ഉറങ്ങാൻ നോക്ക്, കഞ്ഞിയും കുടിച്ചിട്ട് എന്നായിരുന്നു. വല്ലാത്തൊരു വിഷമം അപ്പോൾ തോന്നിയതായിരുന്നു. ചിലപ്പോഴൊക്കെ തോന്നും തൻ്റെ സ്വന്തം അമ്മയാണോ എന്ന് പോലും. ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ആ നിമിഷത്തോളം അത്രത്തോളം അവൾ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവനോട് ചോദിച്ചത്. മറുവാക്കും മിണ്ടാതെ അവൻ അപ്പോൾ തന്നെ അവൾക്ക് അരികിലായി കിടന്നു. ശേഷം അവളുടെ തലയെടുത്ത് തൻ്റെ കൈകൾക്കുള്ളിലേക്ക് വയ്ക്കുകയും ചെയ്തു. ആ ചെറിയ കുടിസ് മുറിയിൽ അവൾക്കൊപ്പം കിടക്കുമ്പോൾ അവൻ്റെ നെഞ്ചിലും അവളോടുള്ള പ്രണയത്തേക്കാൾ ഉപരി വാത്സല്യം മാത്രമായിരുന്നു. തൻ്റെ സാന്നിധ്യവും സ്നേഹവും അവൾ എത്രത്തോളം കൊതിക്കുന്നുണ്ടെന്നായിരുന്നു അവൻ ആ നിമിഷം മനസ്സിലാക്കിയിരുന്നത്. അവൻ്റെ വിരലുകൾ അവളുടെ മുടിയിഴകളിൽ താളം പിടിച്ചുകൊണ്ടേയിരുന്നു. ഒരു നേർത്ത താരാട്ടുപാട്ട് പോലെ അവൾ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് കുറുകിക്കിടന്നു. നിനക്ക് പേടിയില്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചു. എന്തിന്? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അർദ്ധരാത്രി ഞാനും നീയും മാത്രം. എനിക്ക് മോശമായിട്ട് എന്തെങ്കിലും തോന്നിപ്പോയാലോ? അവൻ ചെരിഞ്ഞു കിടന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഒരു കുസൃതിയോടെ വിടർന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇച്ചായൻ അങ്ങനെ എന്തു തോന്നാൻ? അങ്ങനെയൊന്നും തോന്നില്ല. അവൾ നിഷ്കളങ്കമായി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താ, ഇച്ചായനാണല്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു. ഒരു നിമിഷം അവളുടെ കണ്ണുകളിൽ ഒരു നേർത്ത ഭയം വന്ന് മറഞ്ഞതുപോലെ അവന് തോന്നിയിരുന്നു. അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. ഇച്ചായനൊപ്പം കിടക്കുമോ എന്ന് ചോദിച്ചത്. എനിക്ക് കുറച്ച് സമയം ഇങ്ങനെ ഒരുമിച്ച്. അവൻ തന്നെ തെറ്റിദ്ധരിച്ചു എന്ന പേടിയിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞതും അവൻ അവളുടെ മുഖമുയർത്തി അവൻ്റെ മുഖത്തിന് അഭിമുഖമായി വച്ചുകൊണ്ട് പറഞ്ഞു. നീ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചു എന്ന് ഞാൻ പറഞ്ഞോ? അങ്ങനെ വല്ലതും ഞാൻ ഉദ്ദേശിച്ചു പോയാലോ എന്നല്ലേ ചോദിച്ചത്? ബയോളജിക്കലി പറയുമ്പോൾ ബോയ്സിനാണ് പലപ്പോഴും ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട്. എനിക്കാണെങ്കിൽ നിന്നോട് ഭയങ്കര സ്നേഹം തോന്നിയിരിക്കുന്ന സമയം. അപ്പോൾ എന്തെങ്കിലും തോന്നിയാൽ എന്തായിരിക്കും നിൻ്റെ റിയാക്ഷൻ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് ചോദിക്കുമ്പോൾ അതിനെന്തു മറുപടി പറയണമെന്നറിയാതെ അവൾ അവനെ തന്നെ നോക്കി. അങ്ങനെയൊന്നും തോന്നണ്ട. അവൾ മറ്റെവിടെയോ നോക്കി പറഞ്ഞു. എങ്ങനെയൊന്നും തോന്നണ്ടെന്ന് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വരണ്ടെന്ന്. വന്നു പോയാലോ? അവൻ വിടാൻ ഭാവമില്ലാതെ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. മറുപടി എന്ത് പറയണമെന്നറിയാതെ അവൾ ഒരല്പം അവനിൽ നിന്നും അകലാൻ തുടങ്ങിയതും വീണ്ടും അവളെ കൈകളിൽ കൊണ്ട് ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്ത് കിടത്തി. ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. വിശ്വാസം പോയോ? പേടിച്ചു പോയോ? ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി കിടക്കുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാനായിട്ടൊന്നിനും മുൻകൈ എടുക്കത്തില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഈ കഴുത്തിൽ ഒരു മിന്നുമുണ്ടാകും. അന്ന് മാളികയ്ക്കലെ വീട്ടിൽ എൻ്റെ മുറിയിൽ ഇതേപോലെ നീ കിടക്കും. അല്ലാതെ മോശം അർത്ഥത്തിൽ ഒരിക്കലും ഞാൻ നിന്നെ തൊടില്ല. എനിക്ക് വേണ്ടത് നിന്റെ ശരീരവുമല്ല. അതായിരുന്നു എൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ നിന്നോട് ചെയ്യുന്നത് വഞ്ചനയാകും.
നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മറുപടി പറയാൻ കഴിയാതെ നീ മുഖം താഴ്ത്തിയതുപോലും ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ നിനക്ക് എതിർക്കാൻ പറ്റില്ലെന്ന് പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടാണ്. കാരണം നീ എന്നെയും ഞാൻ നിന്നെയും അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൽ ഞാൻ വഞ്ചന കാണിക്കില്ല. എല്ലാവരും അറിഞ്ഞ് നമ്മുടെ ഇടവക പള്ളിയിൽ വെച്ച് നിന്റെ കഴുത്തിൽ ഒരു മിന്നും കെട്ടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടല്ലാതെ നിന്നെ ഞാൻ ഒരിക്കലും സ്വന്തമാക്കില്ല. അവസരങ്ങൾ എത്ര വന്നാലും. അവളുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് അവനത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. അവളൊരു ഏങ്ങലടിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നു. കരയുകയാണോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇച്ചായൻ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നോർത്ത് കരഞ്ഞതാ. അവൻ അവളുടെ കണ്ണുനീർ മെല്ലെ തുടച്ചു കൊടുത്തു. നീയും അത്രത്തോളം സ്നേഹിക്കുന്നില്ലേ? എനിക്ക് ശരിക്കും പേടിയാകുന്നു. ഈ സ്നേഹം എന്നെ ആരും ഇങ്ങനെ ഇന്നോളം സ്നേഹിച്ചിട്ടില്ല. ഈ സ്നേഹം കാണുമ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ. ഈ സ്നേഹമില്ലാതെ വന്നാൽ ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞ നിമിഷം ആദം ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. നിർത്തൂ സാറ, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും ചിന്തകളും ഒന്നും വേണ്ട. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ നീയല്ലാതെ മറ്റൊരു പെൺകുട്ടി ഉണ്ടാവില്ല. പിന്നെ എന്തിനാ ഈ നഷ്ടപ്പെട്ടു പോകുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്? എൻ്റെ സ്നേഹം ഈ ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, ഈ ജന്മം മുഴുവൻ. അതൊരിക്കലും മറ്റൊരാൾക്ക് ഞാൻ നൽകില്ല. ആ സ്നേഹം നിന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയുമില്ല. പോരെ, ഇത്രയും കാലം നീ അനുഭവിച്ച ശൂന്യതകളെയെല്ലാം എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ ഇല്ലാതെയാക്കും. നിന്റെ കണ്ണീരിൻ്റെ ഓരോ തുള്ളിക്കും പകരമായി സന്തോഷം മാത്രം തരാൻ ഈ ഇച്ഛായൻ കൂടെ ഉണ്ടാകും. അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൾ മതിയെന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ വീണ്ടും അവളുടെ തലമുടി ഇഴകളിൽ മെല്ലെ തഴുകി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൾ അങ്ങനെ കിടന്നുറങ്ങിപ്പോയിരുന്നു. അവൻ്റെ വാക്കുകളിലെ ദൃഢതയും പ്രണയവും അവളുടെ ആകുലതകളെ അലിയിച്ചു കളയുന്നതായിരുന്നു. ഒരു കപ്പലിനും തകർക്കാൻ കഴിയാത്ത പാറ പോലെ അവൻ തനിക്ക് തണലായി നിൽക്കുമെന്ന് അവൾക്ക് തോന്നി. ആ നെഞ്ചിൻ്റെ ചൂടിൽ, അവൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളത്തിൽ അതുവരെ അവളെ അലട്ടിയ ഭയങ്ങളും പെയ്തൊഴിയാൻ തുടങ്ങി. ആ രാത്രി അവൾക്ക് സമ്മാനിച്ചത് ജീവിതത്തിലെ ഏറ്റവും സമാധാനമുള്ള ഉറക്കമായിരുന്നു. ഒപ്പം ഒരിക്കലും തനിച്ചാകില്ലെന്ന ഉറപ്പും. അവൻ അവളെ തന്നെ നോക്കിക്കിടന്നു. എത്ര നിഷ്കളങ്കമായ പ്രണയമാണ് ഈ പെണ്ണിൻ്റേതെന്ന് അവൻ ആ നിമിഷം മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു. അവൻ്റെ ഹൃദയം അവൾ കവർന്നത് അവളുടെ സ്നേഹം കൊണ്ടാണ്, അവൾ നൽകിയ പ്രണയം കൊണ്ട് മാത്രമാണ്. ഒരുപാട് സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അവൾക്കുണ്ടെന്ന് അവന് തോന്നിയിരുന്നു. വീട്ടിൽ നിന്ന് പോലും സ്നേഹം കിട്ടാത്തതിൻ്റെ ഒരു ട്രോമ അവളെ അലട്ടുന്നുണ്ട് വല്ലാതെ. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സ്നേഹത്തിൽ അവൾ ഇത്രത്തോളം ഭ്രാന്തമായി പോകുന്നത്. താൻ നൽകുന്ന സ്നേഹം ലഭിച്ചില്ലെങ്കിൽ മരണം മാത്രമേ ഉള്ളൂ എന്ന് അവൾ ചിന്തിക്കുന്നതെന്ന്. സ്നേഹം കൊതിക്കുന്ന മനസ്സിന് വലിയ ആഗ്രഹങ്ങളൊന്നും കാണില്ല. വേദനിക്കുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഞാനുണ്ട് കൂടെ എന്ന് ഉറപ്പിച്ചു പറയാൻ ഒരാൾ, അതില്ലാതെ പോകുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ. അവളുടെ നെറ്റിയിൽ തൻ്റെ അധരങ്ങൾ അമർത്തുമ്പോൾ ആത്മാവിൽ നിന്നൊരു വാക്ക് മാത്രം മന്ത്രം പോലെ അവൻ ഉരുവിട്ടു. തന്നിലേക്ക് ഒതുങ്ങിക്കൂടിയ ആ പെൺകുട്ടിയെ ലോകത്തിലെ എല്ലാ സങ്കടങ്ങളിൽ നിന്നും നെഞ്ചോട് ചേർത്ത് കാക്കാൻ അവൻ ഉറപ്പിച്ചിരുന്നു. അവൻ ആ നിമിഷം അവളോട് വല്ലാത്തൊരു അലിവ് തോന്നി. അവളുടെ മുടി മെല്ലെ അവൻ തഴുകിക്കൊണ്ടിരുന്നു. അവനും ഒന്ന് മയങ്ങി. ഇടയ്ക്ക് കണ്ണു തുറന്നു. ക്ലോക്കിൽ അപ്പോൾ സമയം 3:15 അവൻ കണ്ടു. പെട്ടെന്ന് അവൻ കണ്ണു തുറന്ന ശേഷം അവളെ തട്ടി വിളിച്ചു. സാറേ, മോളെ. അവൻ ആർദ്രമായി അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് വിളിച്ചു. അവൾ വേഗം കണ്ണു തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷം അവൾക്ക് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചില്ല. അവൾ ഉറക്കത്തിലാണെന്ന് അവന് തോന്നി. കുറച്ചു സമയം കഴിഞ്ഞ് അവർ വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. ഞാൻ ഉറങ്ങിപ്പോയി ഇച്ചായ, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സാരമില്ല, മരുന്നിൻ്റെയൊക്കെ ക്ഷീണം കാണും. സമയം 3:15, ഞാൻ പോട്ടെ. അവനത് ചോദിച്ചപ്പോഴാണ് അവളും ആ സത്യത്തെക്കുറിച്ച് ഓർത്തത്. അയ്യോ, ഇച്ചായൻ എങ്ങനെ പോകും? ആരെങ്കിലും കണ്ടാലോ? അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് സാരമില്ല, ആരും കാണാതെ ഞാൻ പൊയ്ക്കോളാം. കാണാതെയല്ലേ ഇങ്ങോട്ട് വന്നത്, അതുപോലെ ആരും കാണാതെ തന്നെ പൊയ്ക്കോളാം, അവൻ പറഞ്ഞു. വിഷമിക്കരുത്, ഒന്നും ഓർത്ത് നിന്റെ അസുഖമൊക്കെ മാറിയിട്ട് ഞാൻ പോകുന്നുള്ളൂ. അതുവരെ ഇവിടെ കാണും. അയ്യോ, ഇച്ചാന് പഠിക്കാൻ ഒത്തിരി ഇല്ലേ? അത്രയ്ക്കൊന്നും ഇല്ല, നോട്ട്സൊക്കെ വാങ്ങിയാൽ മതി.
വീട്ടിലിരുന്ന് പഠിക്കാമല്ലോ, 2-3 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചോളാം. അപ്പം ഇനി എപ്പോഴാ കാണുക? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. വൈകിട്ട് വരാം. അവനത് പറഞ്ഞതും അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇവിടേക്കോ? അതെ, അവൻ പറഞ്ഞു. ആരും കാണാതെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ ആരും ഉണ്ടാവാതെ നീ നോക്കിയാൽ മതി. അത് വേണോ ഇച്ചായ? നിനക്കെന്നെ വിശ്വാസക്കുറവുണ്ടോ? അതുകൊണ്ടല്ല. ആരെങ്കിലും കണ്ടാൽ ആരും കാണില്ല, എനിക്കില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളെ സമ്മതപൂർവ്വം തലയാടി കാണിച്ചിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ നേരം വെളുക്കാൻ. ഓരോന്ന് ആലോചിച്ച് കൊണ്ടിരിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. അവളുടെ കവിളിൽ തട്ടിപ്പറഞ്ഞ് കവിളിൽ അമർത്തിയൊരു ഉമ്മയും കൊടുത്താണ് അവൻ എഴുന്നേറ്റത്. ആ നിമിഷം അവളുടെ മുഖം ആപ്പിള് പോലെ ചുവന്നു പോയിരുന്നു. അത് കണ്ടതും അവൻ അവളെ നോക്കി മീശ പിരിച്ച് ഏറെ പ്രണയത്തോടെ ഒന്ന് ചിരിച്ചു. പോട്ടെടി പെണ്ണേ. അവൻ പതിയെ വാതിൽ തുറന്നിറങ്ങിപ്പോയതും അവൾക്ക് നെഞ്ചിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ തോന്നിയിരുന്നു. ആരെങ്കിലും കണ്ടാലോ എന്നൊരു ഭയം. കുറേ സമയം കഴിഞ്ഞിട്ടും ആരും ഉണർന്നില്ലെന്ന് കണ്ടപ്പോഴാണ് അവൾക്കൊരാശ്വാസം വന്നത്. തിരികെ വീട്ടിലേക്ക് ചെന്നതും മനസ്സിൽ അവൾ മാത്രമായിരുന്നു. അവളെ കാണാതെ അവന് പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് അവൻ തിരിച്ചു പോകുന്നില്ല എന്ന് തീരുമാനിച്ചത്. അവൾ എഴുന്നേറ്റ് പഴയതുപോലെ നടന്നു കാണാതെ ഇനി തിരിച്ചു പോയാലും സമാധാനം കാണില്ല. നേരം വെളുത്തപ്പോൾ കട്ടൻ കാപ്പിയുമായി അമ്മച്ചി വന്നു. അമ്മച്ചിയുടെ മുഖത്തേക്ക് തന്നെയാണ് അവളുടെ നോട്ടം ചെന്നത്. അമ്മച്ചി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന്. എന്നാൽ വളരെ സ്വാഭാവികമായാണ് അമ്മച്ചി സംസാരിച്ചത്. അതോടെ അവൾക്ക് സമാധാനമായി. ഇന്നലെ അവൻ ഇവിടെ വന്നത് ആരും അറിഞ്ഞിട്ടില്ലെന്ന് അതോടെ അവൾക്ക് വ്യക്തമായി. അതോടെ ഒരല്പം ആശ്വാസവും മനസ്സിൽ അവൾക്ക് തോന്നിയിരുന്നു. പിന്നീട് അങ്ങോട്ട് രാത്രിയാകാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. അവനൊന്ന് വരുവാൻ വേണ്ടി, അവനോടൊന്ന് സംസാരിക്കുവാൻ വേണ്ടി, അവനെ കാണുവാൻ വേണ്ടി അത്രത്തോളം അവൾ ആഗ്രഹിച്ചിരുന്നു. വൈകിട്ട് എല്ലാവരും ഉറങ്ങിയ സമയത്ത് അവൾ ഒട്ടും ഉറങ്ങിയില്ല. കതകിൽ വീഴുന്ന ഓരോ ചെറിയ ശബ്ദത്തിലും തൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നത് അവൾ അറിഞ്ഞു. ഈ അർദ്ധരാത്രിയിൽ ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും അവൾക്ക് മാത്രം ഉറങ്ങാൻ കഴിയാത്തത് ആ ഒരൊറ്റ മുഖം മനസ്സിലുള്ളത് കൊണ്ടാണ്. തൻ്റെ മുറിയിലെ ആ ഇരുട്ടിലേക്ക് വെളിച്ചം പോലെ അവൻ നടന്നു വരുന്ന രംഗം അവൾ ഓർത്തു. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വരവിന് വേണ്ടി അവൾ കാത്തിരുന്നു. എല്ലാവരും തനിച്ചാക്കിയെന്ന് കരുതിയ നാളുകളിലാണ് ദൈവം അവനെ തനിക്ക് കാവലായി തന്നത്. ശരീരത്തിലെ വേദനയേക്കാൾ അവനെ തളർത്തിയത് മനസ്സിലെ ഒറ്റപ്പെടലായിരുന്നു. പക്ഷെ അവനരികിലെത്തുമ്പോൾ ആ സങ്കടങ്ങളെല്ലാം എങ്ങോ ഒളിഞ്ഞു പോകുന്നു. അവനോടുള്ളത് വെറും ഒരു പ്രണയമല്ല, തൻ്റെ ജീവനാണെന്ന് അവൾ വീണ്ടും തിരിച്ചറിയുകയായിരുന്നു. ജനലിൽ വീഴാൻ പോകുന്ന ആ മെല്ലെയുള്ള മുട്ടിനായി, അവൻ്റെ ആ മനോഹരമായ പുഞ്ചിരിക്കായി അവൾ കാതോർത്തു നിന്നു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം ജനലിൽ ഒരു മുട്ട് കേട്ടു. അവൾ സമയം നോക്കി. 11 മണി. ഒരൽപ്പം ഭയത്തോടെയാണെങ്കിലും അവൾ ജനൽ തുറന്നു. ആ നിമിഷം അവൻ അവളെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അവൾ വേഗം പോയി കതക് തുറന്നു. അവൻ ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി. അവൻ്റെ കയ്യിൽ കുറച്ച് പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. ഇതെന്താ ഇച്ചായ? പുസ്തകങ്ങൾ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഇത് കുറച്ച് പുസ്തകങ്ങളാണ്, നിനക്കിവിടെ വെറുതെ ഇരിക്കുമ്പോൾ വായിക്കാം, അവൻ പറഞ്ഞു. ഏതായാലും പകലൊക്കെ വെറുതെ ഇരിപ്പല്ലേ, അപ്പോൾ ഇതൊക്കെ വായിക്കുന്നത് നല്ലതാണ്. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എനിക്ക് വായിക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ല, അവൾ പറഞ്ഞു. പക്ഷേ വായിക്കണം, വായിച്ചാൽ അറിവുകൾ കിട്ടും, അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി കാണിച്ചു. ഇതെന്താ, നീ കഴിച്ചില്ലേ? കുറച്ചു മാത്രം കഴിച്ചു വെച്ചിരിക്കുന്ന കഞ്ഞിയുടെ പാത്രം ചൂണ്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും ഒരേ ഫുഡ്, കഞ്ഞി തന്നെ. അമ്മച്ചിയുടെ വിചാരം ഞാനിവിടെ പനിച്ചു കിടക്കുകയാണെന്നാ. അത് മാത്രമേ തരൂ. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അമ്മച്ചിക്ക് അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് കുറച്ച് മാത്രം കഴിച്ച് ബാക്കി മാറ്റി വെച്ചതാ, അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ ഒന്ന് നോക്കി. നാളെ ആവട്ടെ, വേറെ എന്തെങ്കിലും ഞാൻ വാങ്ങിക്കൊണ്ട് വരാം, അവൻ പറഞ്ഞു. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇച്ചായൻ അപ്പോൾ ഇത് സ്ഥിരമാക്കാറാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? തൽക്കാലം നീ ഒന്ന് ഓക്കെ ആയിട്ട് എഴുന്നേറ്റ് നടക്കുന്നത് വരെ ഇങ്ങനെ തന്നെ പോട്ടെ. ഇച്ചായൻ്റെ വീട്ടിലോ മറ്റോ അറിഞ്ഞാലോ? എൻ്റെ വീട്ടിലറിയാൻ ചാൻസ് കുറവാണ്. എൻ്റെ പേടി ഇവിടെ ആരെങ്കിലും അറിഞ്ഞാലോ എന്നാണ്. എനിക്കും ആ പേടിയുണ്ട്. പക്ഷേ ഇച്ചായൻ വരുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട്. എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാം. എന്നാണെങ്കിലും എല്ലാവരും അറിഞ്ഞല്ലേ പറ്റൂ, അവൻ പറഞ്ഞു. വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വരുന്നതൊക്കെ എല്ലാവരും അറിഞ്ഞോട്ടെ എന്നോ?
അറിയേണ്ട സാഹചര്യം വന്നാൽ അറിഞ്ഞല്ലേ പറ്റൂ. ഇപ്പം ഇത് ആലോചിച്ച് നീ ടെൻഷൻ അടിക്കേണ്ട. അതിനൊക്കെ ഇനിയും ഇഷ്ടം പോലെ സമയമില്ലേ. തൽക്കാലം നീ കിടന്നുറങ്ങാൻ നോക്ക്. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിറ്റേ ദിവസം അവൻ വന്നത് കുറച്ച് ബേക്കറി സാധനങ്ങളും തട്ടുകടയിൽ നിന്ന് വാങ്ങിയ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെയായാണ്. അങ്ങനെ ഓരോ ദിവസവും അവൾക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലുമായി ഓരോ രാത്രികളിലും അവൻ വരാൻ തുടങ്ങി. പ്രണയം രണ്ടു പേർക്കും ഇടയിൽ തിങ്ങി വിങ്ങുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവളെ മോശമായ അർത്ഥത്തിൽ അവനൊന്ന് തൊടുക പോലും ചെയ്തിരുന്നില്ല. എന്നും രാത്രിയിൽ വരും, അവൾക്ക് കാവലിരിക്കും. അവളുടെ വേദനയ്ക്ക് താങ്ങാകുന്നത് പോലെ അവളുടെ മുടിയിഴകളിൽ തഴുകി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി ഉറക്കും. നാളെ ഹോസ്പിറ്റലിൽ പോകണം ഇച്ചായ, കൈയുടെ ചെക്കപ്പിന് വേണ്ടി. അന്ന് രാത്രിയിൽ അവൻ വന്നതും അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു, നാളെ പ്ലാസ്റ്റർ അയക്കുമായിരിക്കും അല്ലേ? അങ്ങനെയാ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നാളെ മുതൽ നിന്റെ സിസ്റ്ററും ഈ റൂമിൽ കാണുമല്ലേ? അവളൊന്ന് മൂളി. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഇങ്ങനെ അടുത്ത് ഇച്ചായനെ ഇനി കാണാൻ പറ്റില്ലല്ലോ. എനിക്കിപ്പോൾ ഇച്ചായനില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു കൊണ്ട് അവൾ പറഞ്ഞതും പതിഞ്ഞ സ്വരത്തിൽ അവനൊന്ന് ചിരിച്ചിരുന്നു. ഒപ്പം തന്നെ അവളുടെ മുടിയിൽ മെല്ലെ തഴുകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ ചിരിച്ചത്? കളിയാക്കിയതാണോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പരിഭവിച്ചുകൊണ്ട് ചോദിച്ചു. ഈ കുറച്ച് ദിവസത്തെ അടുപ്പം കൊണ്ട് അവൾക്ക് തന്നോട് അകലമൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് അവന് തോന്നിയിരുന്നു. ഇപ്പോൾ പെണ്ണ് ചെറുതായി ഉപദ്രവവും അതേപോലെ പരിഭവം പറയലുമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ നീളമുള്ള നഖങ്ങൾ വെച്ച് കയ്യിൽ അമർത്തി പിടിക്കും, അല്ലെങ്കിൽ നുള്ളും. ഇതൊക്കെയാണ് പരിപാടി. എങ്കിലും അതൊക്കെ അവനും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവൻ അത്രമേൽ പ്രിയപ്പെട്ടവളാണല്ലോ. അവളോളം ഇന്നോളം ഒന്നിനെയും അവൻ ഭ്രാന്തമായി സ്നേഹിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഇന്നും അവൻ അജ്ഞാതമാണ്. അവളെ തൻ്റെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിക്കുമ്പോൾ അവളുടെ ഓരോ ശ്വാസതാളവും അവൻ്റെ ഹൃദയമിടിപ്പുകളെയാണ് തൊട്ടറിഞ്ഞത്. പെയ്തു തോരാത്ത ഏതോ മഴ പോലെ ആ പ്രണയം അവൻ്റെ ഉള്ളിൽ അത്രമേൽ പടർന്നു കയറിയിരുന്നു. അവളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം അവൻ അവളിലേക്ക് ചുരുങ്ങിപ്പോയിരുന്നു. ഇച്ചായൻ. അവളുടെ വിരലുകൾ അവൻ്റെ നെഞ്ചിൽ കോറിയിട്ടു. അവൻ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് മൂളി. എന്നെ എപ്പോഴെങ്കിലും മടുക്കുമോ? അവളുടെ ചോദ്യത്തിൽ ഇപ്പോഴും ആ പഴയ അനാഥത്വത്തിൻ്റെ പേടി നിഴലിച്ചിരുന്നു. അവൻ അവളുടെ താടി പൊക്കിൽ പിടിച്ച് മുഖമുയർത്തി ആ കൺകോളുകളിലേക്ക് നോക്കി. എൻ്റെ ശ്വാസം നിൽക്കുന്നത് വരെ ഈ നെഞ്ചിൽ നീ മാത്രമായിരിക്കും പെണ്ണെ. നീ തന്ന ഈ പ്രണയമുണ്ടല്ലോ, അതെൻ്റെ ജീവൻ്റെ അവസാന കണിക വരെ എരിഞ്ഞു തീരാതെ ഇവിടെ ഉണ്ടാകും. അവൻ്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ ഒരു മന്ത്രം പോലെ വന്നു വീണു. എത്ര ദിവസമായി ഞാനൊന്ന് സമാധാനമായി ഉറങ്ങിയിട്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ചത് നാളെ തൊട്ട് എനിക്കൊന്ന് സമാധാനമായി ഉറങ്ങാമെന്ന അല്ലേ? അവൻ അവളെ ശുണ്ഠി പിടിപ്പിക്കുവാൻ വേണ്ടി ചോദിച്ചതും അവളുടെ മുഖം വാടിപ്പോയിരുന്നു. ഓഹോ, അപ്പോൾ എൻ്റെ കൂടെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അല്ലേ? അവളൊരു കള്ള പരിഭവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ എങ്ങനെയാടി സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത്? തൊട്ടടുത്ത് ഇത്രയും സുന്ദരിയായ, അതും എനിക്ക് ഒടുക്കത്തെ പ്രേമം മനസ്സിലുള്ളൊരു പെൺകുട്ടി കിടക്കുമ്പോൾ ചോരയും നീരുമൊക്കെ ഉള്ളൊരു പുരുഷൻ എങ്ങനെയാ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത്? അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കുസൃതിയോടെ മീശയൊന്ന് പിരിച്ച് അവൻ ചോദിച്ചതും അവൾ നാണിച്ച് മുഖം താഴ്ത്തി കളഞ്ഞിരുന്നു. എന്തൊക്കെ മോശം ചിന്തകളാണ് മനസ്സിലൂടെ കടന്നുപോയത്. മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഞാൻ നിന്റെ കൂടെ കിടക്കുന്നതിന് എനിക്ക് അവാർഡ് തരണം. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത്. ഒന്ന് പോയേ ഇച്ചായ. അവൾ പിണങ്ങി മാറി കിടന്നതും അവൻ അരികിലേക്ക് വന്ന അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ശേഷം അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി. ഇതുവരെ വാങ്ങിയ കൊലുസിട്ടിട്ടില്ല അല്ലേ? ഇല്ല, എനിക്ക് വയ്യാണ്ടായി പോയില്ലേ? അതെവിടെയാ? അലമാരയിലുണ്ട്. എങ്കിലിങ്ങെടുക്ക്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ വേഗം തുറന്ന് നീതി പോലെ സൂക്ഷിച്ചു വെച്ച ആ ബോക്സ് എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ തന്നെയാണത് തുറന്ന കൊലുസെടുത്ത് അവളുടെ കാലിലേക്ക് ഇടാൻ പോയത്. അവളുടെ കാലെടുത്ത് തൻ്റെ മടിയിലേക്ക് അവൻ വച്ചു. ശേഷം അവളുടെ കാലിലേക്ക് ഇട്ടുകൊടുത്തു. അതിൻ്റെ കണ്ണികൾ അടുപ്പിക്കുവാൻ വേണ്ടി അവൻ അവളുടെ കാലിലേക്ക് താഴ്ന്നു. ആ കൊലുസിൻ്റെ കൊളുത്തിലൊന്ന് കടിച്ചു. ആ നിമിഷം അവൻ്റെ മീശരോമങ്ങൾ അവളുടെ കടങ്കാലിൽ ഇക്കിളി കൂട്ടി. അവളൊന്ന് കാല് വലിക്കാൻ നോക്കിയതും ആ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. ആ നിമിഷം അവളുടെ മുഖത്തൊരു നാണം നിറഞ്ഞു നിന്നിരുന്നു. അവളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 കൊലുസുകളും ഇട്ടുകൊടുത്തതിന് ശേഷം അവൻ ആ കാലിൽ മീശരോമങ്ങൾ കൊണ്ട് ഉരസിയൊന്ന് ഉമ്മ വെച്ചു. അവളുടെ പാദങ്ങൾ തൻ്റെ കൈക്കുമ്പിളിൽ വെച്ച് അവൻ ഓരോ കൊലുസും അതിലോലമായി കോർത്തു.
ആ കൊലുസിലെ കൊച്ചു മണികളുടെ താളത്തേക്കാൾ അവളിൽ വിറയലുണ്ടാക്കിയത് അവൻ്റെ മീശരോമങ്ങൾ അവളുടെ പാദങ്ങളിൽ മൃദുവായി ഉരസിയപ്പോഴാണ്. ആ ചെറിയ തരിപ്പ് അവളുടെ സിരകളിലൂടെ ഒരുതരം ലഹരിയായി പടർന്നു കയറി. അവൾ അറിയാതെ കണ്ണുകൾ പതുക്കെ അടച്ചു. പിന്നെ അവൻ്റെ ചുണ്ടുകൾ ആ പാദങ്ങൾ പതിയെ അമർന്നു. ഓരോ ചുംബനവും ഒരു നേർത്ത നിസ്വനം പോലെയായിരുന്നു. ആ ആദരങ്ങൾ സാവധാനം മുകളിലേക്ക് സഞ്ചരിച്ചു തുടങ്ങി. അവളുടെ ശരീരത്തിൻ്റെ മൃദുത്വവും അവൻ്റെ ചുണ്ടുകളുടെ ചൂടും കൂട്ടിമുട്ടിയപ്പോൾ അവൾ സ്തംഭിച്ചു പോയതുപോലെ അവൾക്ക് തോന്നി. അവൻ്റെ ഓരോ ചുംബനവും അവളുടെ ശരീരത്തിൻ്റെ ഓരോ അണുവിനെയും ഉണർത്തിക്കൊണ്ടിരുന്നു. അവൾ ശ്വാസം പോലും അടക്കി പിടിച്ചു. കാൽമുട്ടിൻ്റെ അരികിലെത്തിയപ്പോൾ അവൻ ഒന്നുകൂടി നിന്നു. അവിടെ ആ അതിലോലമായ ഭാഗത്ത് താൻ അത്രയും നേരം ഉള്ളിൽ ഒതുക്കി വെച്ച പ്രണയത്തെ അവൻ ഒരു ആർദ്രമായ ചുംബനമായി പകർന്നു നൽകി. ആ സ്പർശനം അവളുടെ സിരകളിലൂടെ ഒരു അഗ്നിയായി പടർന്നു. അവളുടെ ശ്വാസം അപ്പോൾ പൂർണ്ണമായും നിലച്ചു പോയിരുന്നു. ശരീരം ഒരു തന്ത്രിവാദ്യം പോലെ ആ പ്രണയസ്പർശനത്തിന് മുന്നിൽ വിറച്ചു. അവൻ മെല്ലെ മുകളിലേക്ക് ഉയർന്നു. അവളുടെ നോട്ടത്തിൽ അപ്പോൾ പ്രണയവും അതിലേറെ ഒരു പിടച്ചിലും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ അവൾക്കരികിലേക്ക് നീങ്ങിയിരുന്ന അവളെ തന്നിലേക്ക് ഇറുകെ പുണർന്നു. ആ നിമിഷം അവൾ പിടഞ്ഞു പോയിരുന്നു. ശേഷം അവൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടി വലിച്ചു ചേർത്തു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.